നമ്മളിതാ മ്യൂസിക്കൽ വൈഫിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ആ പുഞ്ചിരിയോടെ ഇരിക്കുന്ന നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിന്നി ചേച്ചി സ്വാഗതം. വെൽക്കം. രഞ്ജിനി ചേച്ചി സ്വാഗതം. ഒപ്പം നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് വെൽക്കം. അപ്പൊ പ്രേക്ഷകരെ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമ്മുടെ റൗണ്ട് ആരംഭിക്കാം. മത്സരം തുടങ്ങായി. ആദ്യത്തെ കണ്ടസ്റ്റന്റ് ഹസ്ബൻഡ്സ് ചോയ്സ് റൗണ്ട് ആണ്. ചോയ്സ്. ഓക്കെ. അപ്പൊ ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു അജന്യ. പദമാടി തിരുമുടിയിൽ ഇന്നലെ മൗനം കണ്ണിൽ നിന്നിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു പൊന്നോ പൂമുട്ടോ വർണ്ണത്തില്ലോ ഭാവം മോഹനമാക്കി. കണ്ണിൽ നിന്നിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു പൊന്നോ പൂമുട്ടോ വർണ്ണത്തില്ലോ ഭാവം മോഹനമാക്കി. കണ്ണിൽ നിന്നിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു പൊന്നോ പൂമുട്ടോ വർണ്ണത്തില്ലോ ഭാവം മോഹനമാക്കി. നിന്നാര കയ്യിൽ തൂവൽ ചിരി വിതറി മാസത്തിന്നൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ
കിടാവായി പാടി മറഞ്ഞു നിന്നിടനാഥമൗനം. കണ്ണിൽ നിന്നയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ തീലിയൊഴിഞ്ഞു. പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ പിൻഭാവം മോഹനമാക്കി. ഹായ് അജന്യ, ഹായ്. എങ്ങനെ പാടിയെന്ന് തോന്നി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുറെ ബ്രെത്ത് പ്രോബ്ലം, Breath problem. സൈനസിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ബ്രെത്ത് പ്രോബ്ലത്തിന് പറ്റിയ പാട്ടും. Who is this? പിന്നെ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഉടനെ ഇങ്ങോട്ട് വാ. ഉടനെ അസലായിരുന്നു. Thank you. അതിന് നന്നായിട്ട് പാടി. ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചിരുന്നത് ഇതും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ് ആണ്. ഇത് നമുക്ക് ഒന്ന് ഈ 7/8 അല്ലേ, 7/8 ആ പല്ലവി എന്തൊരു ഭയങ്കര ട്രിക്കി ആയിട്ടാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിനെ ഈ നിമിഷത്തിൽ അയ്യോ വലിയൊരു ശതകോടി നമസ്തേ നമസ്കാരം. കൈതപ്രം സാറിനും. കാരണം എന്തൊരു ഡിഫിക്കൽട്ട് ഒരു കോമ്പോസിഷനാണ്. പക്ഷെ എന്റെ പല്ലവി കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇനി ഇതിന്റെ റൂട്ട് അനുപല്ലവിയും ചരണവും ഒക്കെ ഇങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന്. അല്ല, അത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. സോ ഈ പാട്ട് ഡിഫിക്കൽട്ടാണ്. അത് അജന്യ നന്നായി പാടിയിട്ടുണ്ടെന്ന് മാത്രമല്ല നല്ല സൂതിങ് ആയിരുന്നു. Thank you, ma'am. അത് ഒന്ന് ഈ ആ ഫസ്റ്റ് ലൈൻ ലാ 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 എന്നുള്ള ഒരു സംഭവം ആ മുഴുവൻ ആ ഒരു ഇത് നമ്മുടെ ഉദയരവിചന്ദ്രിക എന്ന് പറയും, അല്ലെങ്കിൽ ശ്രോതശ്വനി രാഗം. അപ്പോൾ ഞാൻ ശരിക്കും അന്നൊക്കെ വിചാരിച്ചത് ഫുൾ ഇത് തന്നെ സാറ് ചെയ്തിരുന്നെങ്കിലോ എന്നൊക്കെ ഉദ്ദേശിച്ച് വേറെ ഞാൻ ഇത് എന്നിട്ട് ഇതിന്റെ ചരണമൊക്കെ മാറ്റിയൊക്കെ പാടി നോക്കിയിട്ടുണ്ട്. എനിക്ക് ഞാൻ ഭയങ്കര ഫാനാണ് ആ രാഗത്തിന്റെ. നല്ല ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അജന്യ പാടിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് എന്തെങ്കിലും വന്ന് ബ്രീത്തിങ് എടുക്കാനുള്ള ഒരു കഷ്ടപ്പാട് അതിനൊന്നും ഞാൻ എന്താണേലും തൽക്കാലം അതിന് വലിയ ഇത് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് വേണ്ട ആ ഒരു ഫീലും ആ ഒരു പാട്ടിന്റെ ആ പൂർണ്ണത എനിക്ക് കിട്ടി. ബാക്കി ഇനി സാർ പറയും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മിനി ചേച്ചി. അവസരപ്പെട്ടു. ഒരു കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാകണം എന്നില്ല കേട്ടോ. പക്ഷെ അത് കോംപ്ലിക്കേറ്റ് ആണ് അതിന്റെ താളം ക്രമം പല്ലവിയുടെ. അപ്പൊ അത് പാടുമ്പോൾ ആ താളത്തിൽ പാടാൻ വേണ്ടിയുള്ള ശ്രദ്ധയിൽ ഇതിന്റെ ഭാവം പോവാൻ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ അത് സംഭവിച്ചില്ല. യു സാങ് ഇറ്റ് വിത്ത് കറക്റ്റ് ഇമോഷൻസ്. Thank you, sir. Thank you so much. ഈ പാട്ടിൽ വേറെ ഒന്നും ഇതില്ല. ഇതിലെ ആ എന്താണ് പല്ലവിയിലും അനുപല്ലവിയിലും ഒരേ സ്ഥലത്ത് ഒരു ചെറിയ പ്രോബ്ലം. എവിടെയാ വന്നതെന്ന് പറയാൻ പറ്റുമോ? അയിനോട്ട് പോകുമ്പോ അതിനോട്ട് പോകുമ്പോഴല്ല. ആ നീയാണ് ആദ്യം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പാടിയ നീയാണാദ്യം കണ്ണീർ തൂകി അതെന്താണ്? കണ്ണീർ തൂകി. കണ്ണീർ തൂകി ശ്യാമ. ആ അത് കറക്റ്റ് ആ നോട്ട്സ് തന്നെ വരണം. അതെന്താന്നറിയോ? അത് മോളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുവരയ്ക്കും പല്ലവി വേറെ ഒരു ചൈനയിൽ കിടക്കണു. പെട്ടെന്ന് ജപ്പാന് പല്ലവി വന്നപ്പോ ജപ്പാനിലേക്ക് പോയി. അപ്പൊ നമുക്ക് ക്ലൈമാറ്റിക് എന്തെന്നാ പറയാ, അതിനെന്താ പറയാ, ജെറ്റ് ലാഗ്. ജെറ്റ് ലാഗ്. നമ്മൾ അത്രയും വേറെ പല്ലവിയിൽ പാടി കഴിഞ്ഞിട്ട് ഒരു ജെറ്റ് ലാഗിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇത് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. 2-3 പ്രാവശ്യം സ്റ്റേജിൽ പാടിക്കഴിഞ്ഞാൽ അതും കറക്റ്റ് ആവും. അത് അതേപോലെ തന്നെ ആഴിയും ഊഴിയും വരുന്ന സ്ഥലത്തും അതേ നോട്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് അവിടെ എന്തോ സ്ലിപ്പാവുന്ന പോലെ തോന്നിയില്ലേ? ഇടയ്ക്ക് കിട്ടും, ഇടയ്ക്ക് കിട്ടില്ല, അങ്ങനെയായിരുന്നു. KKPP. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒന്നുമില്ല. ഇറ്റ്സ് എക്സലന്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അവസരപ്പെട്ടു സർ. ചേച്ചി അസാധ്യമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പോസറാണ് പെരുമ്പാവൂർ സാർ. സാറിന്റെ ഈ പാട്ട് പിന്നെ അതന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകളെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ നാട്ടുകാരനാണെന്ന് എനിക്ക് പറയാനായിട്ട് അതീവ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറിന്റെ പാട്ടുകൾ ശരിക്കും അല്ല. അപ്പൊ എനിക്കൊരൊറ്റ കാര്യമാണല്ലോ. നേരത്തെ എന്തൊരു സ്ഥലം പറഞ്ഞല്ലോ, തലയാ വല്ലം. അത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരാണ് ഈ വല്ലം എന്ന് പറഞ്ഞ സ്ഥലം. ഓ ശരി. അജന്യ അപ്പൊ അസലൊരു പാട്ട് എടുത്തിട്ട് വന്ന് ഇത്ര മനോഹരമായി എക്സിക്യൂട്ട് ചെയ്തതിന് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്.
ശരിക്കും ലിറ്ററലി യു സേവ് ഈ ഒരു റൗണ്ട് തന്റെ പാട്ട് സേവ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. Thank you, വൺ ഓഫ് ദി ചേച്ചി. ബെസ്റ്റ് Thank you so പെർഫോമൻസസ് much. ടുഡേ. ഈ പറഞ്ഞ പോലെ സാർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആ ഫസ്റ്റ് പാടിപ്പിച്ചില്ലേ, അത് തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ കുടവത്തളിയിലയുണ്ടോ എന്നുള്ള മേലെ പോയപ്പോ ചെറുതായിട്ടൊന്ന് പീക്ക് അടിച്ചു അല്ലേ, അതവിടെ ഫീൽ ചെയ്തു. പക്ഷെ ഈ പാട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ ഭംഗിയായിട്ട് അജന്യ പാടി. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ട്രീറ്റ് ടു ദ ഇയേഴ്സ്. സത്യം താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ജഡ്ജ്മെന്റ് ആണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇനി മാർക്സിലേക്ക് കടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് അജന്യക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി ജഡ്ജസിന്റെ മാർക്സ് അറിയാം. അജന്യകുട്ടി, Ma'am. അജന്യയുടെ മാർക്ക് 96.5. 96.5 ആണ് ഈ റൗണ്ടിൽ. അജന്യക്ക് തന്നെ അജന്യാണ് ആശ്ചര്യം ചൂടാമണിയായി നിൽക്കുകയാണ്. സൗണ്ട് ഇല്ലായിരുന്നു, സൈനസിന്റെ പ്രോബ്ലം കൊണ്ട് തീരെ സൗണ്ട് അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചാൽ ആരാ അവിടെ ബ്രത്തിന്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇഷ്ടായി അല്ലെ പറഞ്ഞപ്പോ ബ്രെഡ് ഒന്നും ഒരു പ്രശ്നമില്ല എന്ന് മനസ്സിലായില്ലേ? പാട്ട് നന്നായിട്ട് പാടാൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് സൈക്കോളജിക്കലാണ്. ഈ സോങ് എനിക്ക് ഹസ്ബൻഡ് ചൂസ് ചെയ്തെന്ന ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാനിവിടെ പാടിയതിൽ ഇപ്പൊ ഇത് കൂടെ കൂട്ടിയിട്ട് 8 പാട്ടിൽ 7 പാട്ടും ഹസ്ബൻഡ് തന്നെയാണ് ചൂസ് ചെയ്ത് തന്നത്. അപ്പൊ ഇത് പ്രത്യേകം ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ പേര് വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് സനൽ. സനൽ. പിന്നെ എൻ്റെ കുറെ പേര് ഈ പാട്ടിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് റൂമേഴ്സ് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഭയങ്കര നല്ല ടോപ്പിൽ പോകുന്നതായതുകൊണ്ട് എനിക്ക് ഓൾറെഡി ത്രോട്ട് ഇല്ലായിരുന്നു. സമ്മതിച്ചു കേട്ടോ, വർത്താനം പറയാൻ പോലും കുട്ടിക്ക് വോയിസ് ഇല്ല. എങ്ങനെ ഇത്ര എങ്ങനെ ഇങ്ങനെ പാടി എന്നുള്ളത് പാടുമ്പോ ശരിയാവും. അല്ല, അതല്ലേ ഇന്ന് അജന്യയുടെ ദിവസമാണ്. അതെ. ശരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ നന്നായിട്ട് കുറെ പേര് എൻ്റെ മനസ്സിലാക്കാൻ ഗുരുക്കന്മാരൊക്കെ ആശീർവാദം. വിളിച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. സോങ് സെലക്ഷൻ ചെയ്യുന്നതിലും കറക്ഷൻ ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഓർക്കസ്ട്ര ടീമിനും എല്ലാം താങ്ക് യു സോ Thank മച്ച്. you so much, അജന്യ. അജന്യ ഇതുവരെ നേടിയിട്ടുള്ളതിൽ ഏറ്റവും ഹൈസ്റ്റ് അതെ. സ്കോറാണ് അല്ലേ? അപ്പൊ കൺഗ്രാറ്റുലേഷൻ. Wonderful. അപ്പൊ ഇനിയുള്ള റൗണ്ടും അടിച്ചു പൊളിക്കാം. Thank you, അജന്യ. Thank you so much. നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടാലോ? എന്ത് പറയുന്നു? തീർച്ചയായിട്ടും. റെഡിയാണോ നിങ്ങൾ? ഒരു സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യണം. സോപാന സംഗീത കലാകാരി എന്ന് മാത്രം പറയാൻ പറ്റില്ല. അവരൊരു മോഹിനിയാട്ടം ഡാൻസർ ആണ്, അതുപോലെ തന്നെ ഗവേഷകയാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം തീർത്ഥാഞ്ജലി കൃഷ്ണ. ആഹാ, ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തൂക്കി ഇങ്ങനെ നിക്കണ കാണുമ്പോ തന്നെ എത്ര ഒരു സന്തോഷമാണെന്നറിയോ, ഒരു ചൈതന്യം. ഹായ് തീർത്ഥാഞ്ജലി. ഹായ് തീർത്ഥ. ഏ ഇല്ല, ആ തീർത്ഥ ഓ, short അങ്ങനെ ആ ആക്കിയതാ. ശരി ശരി. ആ ഞാൻ പറഞ്ഞില്ലേ ബിന്ദു ചേച്ചി, ആ, കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായി, ഓർമ്മയില്ലേ? മനസ്സിലായി. ശിവാങ്കിന് ആ ആ, അതാ അതെ, ആ, ആ. കാര്യക്കണ്ട. തീർത്ഥാഞ്ജലി കൃഷ്ണ എന്നാണ് അവൻ ഉദ്ദേശിച്ചേട്ടോ. ആ. ഞാൻ പോണ്ടി വരും അവിടുന്ന്. അവനില്ലെങ്കിൽ അവിടെ പിടിച്ചിരുത്തും വേണം. അത് ചെയ്യും. തീർത്ഥ, തീർത്ഥാഞ്ജലി എന്ത് okay. ചെയ്യുന്നു എന്ത് ഇപ്പൊ? ചെയ്യുന്നു? ആദ്യം തന്നെ വളരെ സന്തോഷം. നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവരാണ് എല്ലാവർക്കും ഒരുപോലെ നമസ്കാരം. ഞാനിപ്പോ നിലവില് ഗവേഷകയാണ്. ഉം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ കാലടി. മലയാള വിഭാഗത്തിൽ ഉം. മോഹിനിയാട്ടത്തിന്റെ സാഹിത്യത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ സ്വാതി തിരുനാളിന്റെ ഒക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ സാഹിത്യ ഭാഗങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കണു. ഉം. ഒപ്പം സോപാന സംഗീതം ചെയ്യുന്നുണ്ട്. ഉം. അത് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വേദികൾ ലഭിക്കുന്നു. പിന്നെ അടിസ്ഥാനപരമായി ഞാനൊരു മോഹിനിയാട്ട നർത്തകിയാണ്. ഓ വാവ്. ജീവൻ നിലനിർത്തുന്നത് നൃത്തം കൊണ്ടാണ്. പക്ഷെ അത് തുടിക്കുന്നത് സംഗീതം ഉള്ളത് കൊണ്ട് മാത്രം. മലയാള ഭാഷ. അതല്ല, മറ്റൊരു കാര്യം, ഈ ഇടയ്ക്ക ഈ സോപാന സംഗീതം സാധാരണ ഫീമെയിൽസ് അധികം അതെ. ഇല്ലല്ലോ. അധികം ചെയ്യലില്ല. ആ പക്ഷെ എന്റെ ഗുരുനാഥന്മാരൊരിക്കലും തടസ്സം പറഞ്ഞിരുന്നില്ല. ആ. ഭഗവാന്റെ കീർത്തനങ്ങൾ അല്ല, ഇറ്റ്സ് വെരി റയർ. അത് വളരെ അതെ, ഇഷ്ടപ്പെട്ടിട്ട് അതെ, പറഞ്ഞ ഞാൻ. ഗുരുക്കന്മാരതിന്, എന്റെ കുടുംബവും അതിന് വളരെയധികം സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ സാധിച്ചു. സന്തോഷം. എനിക്ക് തീർത്ഥാഞ്ജലി ഒരു വാദ്യവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വളരെ എത്രയോ 500-600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് സംഗീതം എന്നുള്ളത് ഗീതം, വാദ്യം, നൃത്തം, ഇത് മൂന്നും കൂടുന്നതാണ് സംഗീതം എന്നാണ് പറയുന്നത്. അതിലൊരു സംസ്കൃത ശ്ലോകമുണ്ട്. അപ്പം ഗീതം അറിയാം, വാദ്യം അറിയാം, നൃത്തം അറിയാം, ഒരു സംഗീതമാണ്. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. സംഗീതം എന്ന് അന്ന് കാലഘട്ടത്തിൽ അതെ. പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ. തീർത്ഥ ഒരു വാദ്യവുമായി വന്നു. അത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ സംസാര ശൈലിയിൽ തന്നെ നമ്മള്
നിന്റെ ആകർഷകനായി. സംസാരശൈലിയിലെ നിന്റെ വർത്തമാന ശൈലിക്ക് എന്തോ പ്രശ്നം അത് വന്നിട്ടുണ്ടല്ലോ. കേട്ടപ്പോൾ തന്നെ കക്ഷി നേരെ ആയിരിക്കണു. നീ അങ്ങോട്ട് പോണ്ട, നീ ഇവിടെ നിന്നാ മതി. കുട്ടി അവൾക്ക് വേണ്ടത് ചെയ്തോളൂ. എന്താ പറയാ. അപ്പൊ എന്തായാലും ആ ഒരു കലാരൂപവും നൃത്തമൊക്കെ കാണാൻ ഞങ്ങളുടെ മനസ്സിങ്ങനെ തുടിക്കുകയാണ്. കോപ്പി അടിച്ചു തീർത്താ. അപ്പൊ എന്തായാലും തീർത്ത വേഗം തുടങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് എന്തായാലും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ ഇത് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് കൊതിക്കാണെന്ന് പറയണത്. അക്ഷരസ്ഫുടത. താളത്തില് പാടുക, ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഈ കയ്യിൽ വായിക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്പെഷ്യൽ കഴിവ് തന്നെയാണത്. തീർച്ചയായിട്ടും. ഇതിന്റെ ഇടയ്ക്ക് Excellent. ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് എത്ര നാളായി അഭ്യസിക്കുന്നു? ഓ, ഇടയ്ക്കാണോ ചോദിക്കുന്നത് അതൊക്കെ? അല്ല, അത് ഇടയ്ക്കൊന്നും ഇതിന്റെ ഇടയ്ക്കെന്നും കൂടെ ഒരുമിച്ചായി പോയതാ. അത് രണ്ടും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നോണ്ട് നമുക്ക് അങ്ങനെ തോന്നിയതാ. അവനായതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് നാളായി? പറഞ്ഞത്. പക്ഷെ ഇടയ്ക്ക് ഞാൻ practice ചെയ്യാം. ഇടയ്ക്ക് അതാണ് നീ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ സീരിയസ്, ബി സീരിയസ് കേട്ടോ ഇടയ്ക്ക് സോപാന സംഗീതം ഒരുമിച്ചാണ് തുടങ്ങുന്നത്. തുടങ്ങുന്നു. ഒരു 8 വർഷത്തോളായിട്ട്. 8 വർഷത്തോളം. ഇപ്പോ പക്ഷെ ഇടയ്ക്കയിൽ കുറച്ചും കൂടി അറിയാൻ വേണ്ടി തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് ആശാന്റെ കീഴില് ഓ, പഠനം തുടരുകയാണ്. കൃഷ്ണദാസിന്റെ അപ്പൊ മോഹിനിയാട്ടം അതിന്റെ കൂടെ ഇപ്പോഴും ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഗവേഷണം നടക്കുന്നതുകൊണ്ട് എന്റെ ഗുരു പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചറാണ്. ടീച്ചറെ കാണാൻ പറ്റാറില്ല, ഗവേഷണത്തിന്റെ ഇടയിലായതുകൊണ്ട് മാത്രം. വിട്ടിട്ടില്ല, വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒപ്പം ഗുരുവായൂരപ്പന്റെ ദിവസേനയുള്ള അലങ്കാര വർണ്ണനയ്ക്ക് മോഹിനിയാട്ട ഭാഷ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗവേഷണത്തിനിടയിൽ എന്റെ ജീവൻ ഞാൻ നിലനിർത്തുന്നത് എന്ന് പറയാം. പ്രാക്ടീസ് നടക്കുന്നുണ്ട് പ്രാക്ടീസ് ഇടയ്ക്കൊക്കെ. നടക്കുന്നുണ്ട്. ഉണ്ട്, ഉണ്ട്. Okay. അതുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഡൗട്ടും കൂടി. ഇപ്പൊ കൃഷ്ണദാസാണ് ഗുരു എന്ന് പറഞ്ഞല്ലോ പഠിക്കുന്നത്. അപ്പൊ കൃഷ്ണദാസിന്റെ കയ്യിൽ നിന്ന് ഒരു വിദ്യ പഠിച്ചിരുന്നോ അദ്ദേഹം? ഇതില് പാട്ട് വായിക്കും തീർച്ചയായിട്ടും. അതാണ് സ്വപ്നം. അതാണ് മനസ്സുകൊണ്ട് അതാണ് സ്വപ്നം. പാട്ടൊക്കെ എന്ത് മനോഹരമായിട്ട് വായിക്കല്ലേ. സാധാരണ ഇത് വാദ്യം, ഈ ഋതം ഒന്നും നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട് താളം ഒരിക്കലും ആരും ഞാൻ പറയും, ഉപയോഗിക്കാറില്ല. എല്ലാ സ്വരങ്ങളും നമ്മൾ വായിക്കാൻ പ്രാപ്തയായിരിക്കണം. ആളെപ്പോഴും പഠിപ്പിച്ചു തരുന്ന എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഓരോരോ തത്വങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ആദ്യത്തെ പഠനം കൈമത്തയിലാണ്, നമ്മൾ ഇടയ്ക്കയിലല്ല ആദ്യം തുടങ്ങുക. അപ്പൊ കുക്കും എന്നുള്ള ആ 3 അക്ഷരം തക്കിട്ടയ്ക്ക് സമാനാണ്. ആ അക്ഷരം പറയും മാതാ പിതാ ഗുരു. അവരാണ് ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഞാൻ ആശാനോട് പറയും, എനിക്ക് ആശാൻ ചെയ്യണ പോലെ ആവണം എന്ന് പറയുമ്പോ ഞാൻ എന്നെ കൂടെ നിർബന്ധിക്കും, അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞു ശീലിക്കണം, അത്രയും എത്താൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. സ്വപ്നം കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അതാണ് ഏറ്റവും വലിയ സ്വപ്നം. അങ്ങനെ ഒരു സ്വപ്നം നടക്കട്ടെ. അതെ, തീർച്ചയായിട്ടും. സന്തോഷം. എനിക്കൊരു ചെറിയ സംശയമുണ്ട്, അത് അറിവില്ലായ്മയാണോന്ന് എനിക്കറിയില്ല. ആയിരിക്കും. സീരിയസ് ആയിട്ട് കൊണ്ടുവന്നു. ചോദിക്കൂ. ഓക്കെ, ഇതേപോലെ വാദ്യോപകരണങ്ങളിൽ ഇതേപോലുള്ള വാദ്യോപകരണങ്ങളിൽ ഇതേപോലെ ഇതിനെന്താണ് പേര് അതാണ് വിളിക്കുന്നത്? അതിന് ആ പൊടിപ്പ് എന്നാണ് പറയാ. അത് ഇടയ്ക്കയുടെ പൊടിപ്പുകള് 64 എണ്ണം ഉണ്ട്. 64 കലകളെ സൂചിപ്പിക്കുന്നു. ഒപ്പം 4 ജീവക്കോലുകളുണ്ട്. അത് 4 വേദങ്ങളെ സൂചിപ്പിക്കുന്നു. പിന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് 3 ഭാഗങ്ങള്, കുറ്റിയും 2 വട്ടും. അങ്ങനെ പിന്നെ അതുകൊണ്ടാണ് ഇടയ്ക്ക എന്നുള്ള പേര് കൂടി വരുന്നത്. നമ്മള് ശരിക്കും ഭഗവാന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു ശക്തിയുടെ ഒരു പ്രതീകമായിട്ട് നമ്മൾ കാണുമ്പോൾ ഭൂമിയുടെയും ആകാശത്തിനും ഇടയിലെ സ്ഥാനം കൽപ്പിക്കാൻ പറ്റുള്ളൂ. ഭൂമിദേവിക്ക് ഇടയ്ക്കയുടെ ഭാരം താങ്ങില്ല, അതുപോലെ ആകാശത്ത് നമുക്ക് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരിക്കലും ഇടയ്ക്ക താഴെ വെക്കില്ല. ഒരു പീഠത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ, സോപാനത്തിനടുത്ത് തൂക്കിയിടും. തീർത്ഥ പറഞ്ഞ ഇൻഫർമേഷൻ ആണ്. ഇൻഫർമേഷൻ കണ്ട, എന്റെ അറിവില്ലായ്മ ഇപ്പൊ ഒരു ഉപകാരമായില്ലേ. ഒരു 2 ലൈൻ പാടിയ ഉടനെ കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാടട്ടെ. ചേച്ചി പാടിക്കോളൂ. കരുണ ചെയ്വാനെന്തോ താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്തോ താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേ കരുണ ചെയ്വാനെന്തോ
കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ 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 ശബാഷ്. കാലക്കി നൃത്തവും പാട്ടും അതൊന്നും പറയാനില്ല. എന്ത് അതാണ് ഭയങ്കര രസമുണ്ടായിരുന്നു. ചേട്ടാ പിടിച്ചേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിപ്പോ നമ്മള് അതില്ലാതെ പാടിയാലും നന്നാവും. പക്ഷെ അത് വന്നപ്പോ ഇറ്റ് took us to the heaven. ഭയങ്കര എലിവേറ്റ് ആയി. സത്യം ഞാനൊക്കെ ഇനി വിചാരിക്കുക അസാധ്യമായിരുന്നു കേട്ടോ. കച്ചേരിക്ക് Thank you so പോകുമ്പോ ഇനി കീബോർഡ് കൊണ്ട് പോയാലോന്ന്. അതെ. കാരണം വേറൊരു ഇത് തലത്തിലേക്ക് ഇവർക്ക് അല്ല കൊണ്ടുവരാൻ വെറുതെ പറ്റുമോ? കീബോർഡ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അതേമാതിരി വായിക്കുന്നത് വേണം. അഞ്ച് ഇവിടെ വരുമോ? കച്ചേരിക്ക് ഞങ്ങളോട് വരുമോ? പിന്നെന്താ? കൈ കാണിക്കോ കാണിക്കോ. അപ്പൊ തീർത്ത എന്തായാലും- അതിഗംഭീരായിരിക്കണു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ പറഞ്ഞു. പറയട്ടെ നിന്നെ കൊല്ലിഞ്ഞു. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പൊ ഇനിയും ഇതേപോലെ എന്തെങ്കിലും പെർഫോമൻസുകളൊക്കെ ആയിട്ട് ഇനിയും വരണം. ഓക്കെ, ഓക്കെ, താങ്ക് യു Thank you. തീർത്ത, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ സ്വന്തം ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള റൗണ്ടിൽ പെർഫോം ചെയ്യാനായി എത്തുന്നു പാർവതി. Mm-hmm.
വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. പാർവതി എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? പറ്റിയെന്ന് തോന്നുന്നു. തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. ഔസേപ്പ് അച്ഛൻ sir. പാർവതി, എന്തോ സർ? ഞാനിവിടെ ഓസം എന്ന് എഴുതി വെച്ചു. ഓസം, താങ്ക് യു സർ. നല്ല പിച്ചിങ്ങിൽ പാടി, ശ്രുതി താങ്ക് യു സർ. താങ്ക് അതേപോലെ തന്നെ നല്ല ഭാവം, മനസ്സുകൊണ്ട് തുറന്ന് ഹൃദയം കൊണ്ട് പാടി. അങ്ങനെ എനിക്ക് തോന്നിയിട്ടോ. ശരിക്ക് പാടിയിട്ടുണ്ടോ അങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നിയത്. അയ്യോ എന്ത് പറ്റി? സന്തോഷം കൊണ്ടാണോ? നമ്മള് ഉള്ളത് പറയാണ്. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. വാട്ട് വി ലിസൺ വി ഹാവ് ടു. ആകപ്പാടെ പറയാൻ വേണമെങ്കിൽ ഒന്ന് വീണ്ടും ഇത് രാധാകൃഷ്ണൻ ചേട്ടന്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ കർണാട്ടിക് പാട്ടല്ലെങ്കിലും അതില് വരുന്ന സംഗതികൾ മറ്റുള്ളവരുടെ പോലെ ആയിരിക്കില്ല. ഒരു ചെറിയ എന്തോ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ആ തീർത്ഥമെല്ലാം മോക്ഷമാർഗം അനുപല്ലവി ചരണം. സാധാരണ അവിടെ അതല്ല വരേണ്ടത്. പക്ഷെ അവിടെ കൂടെ പാടുമ്പോഴറിയാം. അല്ലെങ്കിൽ നമ്മൾ ലിറിക്സ് കിട്ടിയ വേറെ പാടും അങ്ങനെ. പക്ഷെ അത് യു ഹാവ് ലേൺഡ് ഇറ്റ്, യു ഹാവ് നോട്ടീസ്ഡ് ഇറ്റ്. നോട്ടീസ് ചെയ്തിട്ട് അത് പാടി. ആ ലൈൻ മാത്രം ഒന്ന് പാടും. നെഞ്ചിലെ 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 പിരിശങ്കിലെ നൈസ് നൈസ് നൈസ്. ആള് Beautiful. വിഷമിച്ചിരിക്കുകയാണ്. ഇല്ല, അത് ഇമോഷണൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി പാടിപ്പിക്കുന്നില്ല. ഇതാണ്. പിന്നെ ചില സംഗതികൾ പെർഫെക്റ്റ് നൊട്ടേഷൻ, ബട്ട് കുറച്ച് സ്പീഡ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് അതിലത്തെ മൈന്യൂട്ടായിട്ടുള്ള കുടിഞ്ഞാറ് പോലത്തെ മിസ്റ്റേക്കുകൾ. അതർവൈസ് യു സാങ് ഇറ്റ് എക്സലന്റ്. പിന്നെ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. അത് ഞാൻ പറയട്ടെ. ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ പടം ഫാസിൽ സാറിന്റെ പടമാണ്. അപ്പൊ അതിന്റെ കമ്പോസിംഗിലിരിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും പാട്ടുകൾ ചെയ്യുമ്പോൾ ഡമ്മി ലിറിക്സ് തരും. എന്നാലേ ആ പാട്ടിന്റെ ഫീൽ അവർക്ക് മനസ്സിലാവും. നമ്മൾ ലാലാല എന്ന് പാടി ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പം എന്തെങ്കിലും വരി അദ്ദേഹം തന്നെ എഴുതും. അപ്പോൾ ഞാൻ അതിലൊരു പാട്ടുണ്ടാക്കാൻ പോകുമ്പോൾ അപ്പം അദ്ദേഹം എനിക്ക് തന്ന വരി ഇതാണ്. ട്യൂൺ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വരി ആ ട്യൂണിൽ പാടാൻ പറഞ്ഞു. അപ്പോൾ സൂര്യകിരീടം വീണുടഞ്ഞോ രാവിൻ തിരുവരങ്ങിൽ സൂര്യകിരീടം വീണുടഞ്ഞോ രാവിൻ തിരുവരങ്ങിൽ. പാട്ട് ഓക്കെ അദ്ദേഹത്തിന്. അതാണ് പൂജാബിംബം. ഗിരീഷ് പുത്തഞ്ചേരി എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു മഹത്വം കൂടെ. ആ വരികൾ ഏത് ട്യൂണിൽ നോക്കിയൊക്കെ പാടിയാലും രസമാണ്. അതില് ആ വരികളിലുണ്ട് ആ ഭാവം. രാധാകൃഷ്ണൻ ചേട്ടൻ അതിമനോഹരമായ രത്നം പോലെ ഒരു പാട്ടുണ്ടാക്കി. പക്ഷെ അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്യൂൺ അന്ന് അറിയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിത് പാടാൻ പറ്റില്ല. ഞാൻ ട്യൂൺ ഉണ്ടാക്കി, അദ്ദേഹം ഡമ്മി ലിറിക്സ് തന്ന് എന്നോട് പറയാണ്ട് ഈ ലിറിക്സാ തന്നത്. അത് ഞാൻ പാടി. എന്നിട്ടാ പറഞ്ഞു ഇപ്പൊ പാടിയ പാട്ട് ഒറിജിനൽ പാട്ടിൻ്റെതാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ കൈതപ്രമെന്ന് നന്നായിട്ട് എഴുതി. അപ്പൊ അതൊരു ഓർമ്മയാണ്. നല്ല ഓർമ്മ. അതെ, നമുക്ക് പുതിയൊരു ഒരു ഐഡിയ കിട്ടി ആ പാട്ടിനെ കുറിച്ച്. പാർവതി ചേച്ചി. നല്ല സെലക്ഷൻ, അസലായിട്ട് പാടി. താങ്ക് യു. കാരണം പാട്ട് എന്ന് പറയണത് എന്തൊക്കെ പറഞ്ഞാലും സംഗീതം എന്ന് പറയണത് നമ്മുടെ മനസ്സിൽ നിന്ന് ആഹാ വരുമ്പോഴാണ്. അതായത് പണ്ഡിറ്റ് ജസ്രാജ് സാറാണോ അത് ഭീംസൻ ജോഷിയോടാണോ കലാകാർ എന്ന് പറഞ്ഞ കോൻ ഹെ എന്ന് ചോദിച്ചാ എന്റെ ഹിന്ദി ശരിയാണെന്നറിയാം. ജോ ആസ്മാൻ മേം ചിത്ര ബനാത്ത ഹെ ഓ ഹെ കലാകാർ എന്ന് പറഞ്ഞു. ആകാശത്തിൽ ചിത്രം വരയ്ക്കുന്ന ആന്ന് പറഞ്ഞാൽ അത് സ്പേസ് ആണേ. നമ്മൾക്കൊരു കളർഫുൾ നമുക്കൊരു ചിത്രം ഇവിടെ വിരിയാണ്. നമ്മുടെ പാട്ടും കൊണ്ട്, നമ്മുടെ എക്സ്പ്രഷനും കൊണ്ട്, നമ്മുടെ പ്രസന്റേഷനും കൊണ്ട്, നമ്മുടെ ആ സംഗീതം, ആ ഡെലിവറി, അതുകൊണ്ട് നമ്മളെ അത്രയും അതിൽ ആഴ്ത്തുന്ന അതൊരു യഥാർത്ഥ കലാകാരിയോ കേട്ടോ. അപ്പം പാർവതി അത് നന്നായിട്ട് പാടി. ഈ ഒരു പ്ലേസ് പാർവതിയുടെ അല്ല. ഇത് വന്ന് നിൽക്കുന്നത് ഞാൻ ഒരു ഷോയിലോ പാടുന്നോ അല്ല. എല്ലാം മറന്നു പാടിയ പോലെ നമുക്ക് തോന്നി. 2-3 കാര്യം പടുതിരിയാളും ആ ഒരു സംഭവം അവിടെ ശ്രുതി ഒന്ന് പോയി. പിന്നെ എനിക്ക് ആ തുണ്ട് പല്ലവി പാടും സൂര്യകിരീ വീടുടഞ്ഞു, അത് ആ ഒരു സംഭവം
ഡഞ്ഞു. അത് എം.ജി. ചേട്ടനാവുമ്പോഴത്തേക്ക് അതിൽ നല്ലൊരു മൃഗം എടുത്ത് വിടണുണ്ട് അവിടെ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. എനിക്ക് പാർവതിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് എം.ജി. രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് എനിക്ക് പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെഞ്ചുരുട്ടി രാഗം ബേസ് ചെയ്തിട്ടാണ്. ഈ ചെഞ്ചുരുട്ടി എന്നുള്ള രാഗത്തിന് ഒട്ടും സ്കോപ്പ് ഇല്ലാത്ത രാഗമാണ് ഈ രാഗത്തിൽ. ഇത്രയും കാരണം ആ മധ്യമ ശ്രുതി ടു മാറ്റു ഒരു സാ വരെ പോകുന്ന ആ ഒരു നോട്ട്സിൽ ഇത്ര ഗംഭീരമായ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ഒരു ധൈര്യം ശരിക്കും അപ്പൊ അദ്ദേഹത്തിനെ ഈ നേരത്തെ ഓർക്കുന്നു. പാർവതി അസലായിട്ട് പാടി, വളരെ ഇഷ്ടപ്പെട്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ദിലീപ്. ഇത് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഞാൻ ഒരുപാട് കാലം എം.ജി. സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. എല്ലാ സ്റ്റേജിലും അദ്ദേഹം ഈ പാട്ട് പാടുമ്പോൾ കറക്റ്റ് ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും തിരിഞ്ഞെന്നിങ്ങനെ നോക്കും. ഇഹപര ശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോന്ന് സാറ് പാടുമ്പോൾ ഞാൻ എല്ലാ സ്റ്റേജിലും ഡീഫോൾട്ടായിട്ട് എൻ്റെ കണ്ണ് നിറയും. അതെന്നെ ഇന്ന് സംഭവിച്ചു. ആദ്യം തുടങ്ങി ഇപ്പോഴാണ് നോക്കണത് രഞ്ജിനി, ഏതോ കരയുന്നു. അത് ഭയങ്കര മെമ്മറീസ്. അത് മാത്രമല്ല, എം.ജി. രാധാകൃഷ്ണൻ സാർ മരിച്ചപ്പോഴും ഞങ്ങൾ വേഗസിലായിരുന്നു സാറിന്റെ പ്രോഗ്രാമായിട്ട്, എം.ജി. ശ്രീകുമാർ സാറിന്റെ. അത് ആ നേരത്തെ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത വലിയൊരു കമ്മിറ്റ്മെന്റ്, ഒരു വലിയ ഷോ ആയിട്ടാണ് അവിടെ നിന്ന്. ഇവിടെ ഒരുപാട് പേര് എനിക്കറിയാം എത്രത്തോളം അദ്ദേഹത്തെ സ്ക്രൂട്ടനൈസ് ചെയ്തു, എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരുപാട് പ്രസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സ്ക്രൂട്ടനൈസ് ചെയ്തു. പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നും വിഷമിക്കുന്നത് ലൈവായിട്ട് കണ്ട ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ചെതയിൽ തീ കത്തിക്കുമ്പോൾ അവിടെ എം.ജി. സാറ് നിന്ന് പാടുകയാണ്, ഭരതൻ സിനിമ പോലെ തന്നെ. ആ പാടുന്ന പാട്ട് ഇതായിരുന്നു. ഇനി ഞങ്ങളായിരുന്നു ആ മറ്റേ ഇപ്പൊ പാടിയ കോറസ് പാടി. അദ്ദേഹവും കരയാൻ, നമ്മളും കരയായിരുന്നു നിന്നിട്ട്. ഇത് ലൈവായിട്ട് ഈ സംഭവം നടന്നുകൊണ്ട് ഈ പാട്ടിന്റെ ഒരു വല്ലാത്തൊരു അങ്ങനെ ഒരു പാട്ടിന്റെ സമയത്ത് അങ്ങനെ നടക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഭയങ്കര ഇമോഷനായിരുന്നു. മനുഷ്യൻ എത്രത്തോളം വലിയൊരു ആർട്ടിസ്റ്റ് ആയാലും എന്താണെങ്കിലും നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും, നമ്മൾ ആദ്യം ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ടിസ്റ്റോ എന്തും. ആ സമയം എനിക്കത് മനസ്സിലായ ഒരു വലിയൊരു കാര്യം അതായിരുന്നു ഒരിക്കലും എനിക്ക് പാട്ടും ഇതും മറക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. ശരിക്കും എനിക്കൊരു ലോക്ക്ഡൗൺ മെമ്മറി ലെയിനായിരുന്നു. കാരണം ഞാൻ ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു പെർഫോമറായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എം.ജി. സാറിൻ്റെ കൂടെ കുറേ കൊല്ലം പാടിയതിൻ്റെ ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സും. താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും പറയണ്ട, അസലായി. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമുക്ക് എന്തായാലും ഇനി മാർക്സിലേക്ക് കിടക്കാം. നല്ല ജഡ്ജ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് മെന്റേഴ്സിന്റെ മാർക്സ് എത്രയാണെന്ന് ജഡ്ജസിനെ ആദ്യം അറിയിക്കണം. അതിനുശേഷം ഈ ഘട്ടത്തിൽ ആദ്യത്തെ റൗണ്ടിൽ പാർവതിക്ക് ലഭിക്കുന്നത് എത്ര മാർക്സ് ആണെന്ന് നമുക്കറിയാം. പാർവതിയുടെ സൂര്യകിരീടത്തിന് 96.5. 96.5. പാർവതി നല്ല സ്കോറാണ് കേട്ടോ. നല്ല മാർക്കാണ് നേടിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഈ ഘട്ടത്തില് ആദ്യത്തെ റൗണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. നല്ല മാർക്സ് നേടി. പറഞ്ഞോളൂ. വിഷമിപ്പിച്ചിട്ട് ഇറങ്ങി പോവാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ലെജൻഡ് റൗണ്ടില് പഴന്തമിഴാണ് എടുത്ത് പാടിയിരുന്നത്. അപ്പൊ അന്ന് ഞാനൊരു 5-6 കൊല്ലം ഓമനക്കുട്ടി ടീച്ചറിന്റെ അടുത്താണ് പാട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ യാദൃശ്ചികമായിട്ട് ടീച്ചർ ഈ സോങ്ങിനെ പറ്റി ഒരു ചെറിയ സ്റ്റോറി പറയാനിടയായി. ഗിരീഷ് പുത്തഞ്ചേരി സാറ് മേടയിൽ വീട്ടിൽ വന്നിട്ടാണ് ഇതിന്റെ രചന നിർവഹിക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതിന്റെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ശ്രീകുമാർ സാറും രാധാകൃഷ്ണ സാറും ടീച്ചറും കൂടെയാണ് സ്റ്റുഡിയോയിലോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് രാധാകൃഷ്ണ സാറ് കണ്ടക്ട് ചെയ്യുന്നു, ശ്രീകുമാർ സാർ പാടുന്നു. അപ്പോൾ ശ്രീകുമാർ സാറിന് ഇത് ഭയങ്കര സ്ലോ ആയി പോയെന്നൊരു അഭിപ്രായം. അപ്പോൾ രാധാകൃഷ്ണ സാറിന് സ്ലോ തന്നെ വേണം, ഫാസ്റ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ അവർ തമ്മിലൊരു തർക്കം നടന്നു. പിന്നെ രാധാകൃഷ്ണ സാർ ഇറങ്ങിപ്പോയി, റെക്കോർഡിങ് സെഷനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അനിയത്തിയോട് പറയാണ്, നീ വേണമെങ്കിൽ പോയി കണ്ടക്ട് ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്ത ഒരു മൂവി സോങ് ആണ് ടീച്ചർ പറഞ്ഞു. അപ്പൊ അതിപ്പോ ഞാൻ ഓർക്കുന്നത്, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ പാട്ട് ഞാൻ ഇവിടെ വന്ന് പാടേണ്ടി വരുമെന്ന്. അല്ല, ആ പാട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള എത്ര മെമ്മറീസ് ആണ്. സാറിനൊരു കഥ, എനിക്കൊരു കഥ, പാർവതിക്കൊരു കഥ അല്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് പാർവതി. ഇത്രയും നല്ലൊരു മൊമെന്റ് നമുക്ക് ഇവിടെ സമ്മാനിച്ചത് കേട്ടോ. താങ്ക് യു.
ഇനി ഗിരീഷ് പുത്തഞ്ചേരി സാറിന് ഒരു ട്രിബ്യൂട്ടുമായി ഇവിടേക്ക് കടന്നു വരുന്നു ഹർഷിത. Nice. Wow, sweet. Very good. ഹായ് അർഷിത. ഹലോ How are you? ഫൈൻ എങ്ങനെ അമ്പോ.
അപ്പൊ അറിയുന്ന സാധാരണ ചോദിക്കാറൊന്നുമില്ലല്ലോ. എങ്ങനെയുണ്ട്, സുഖമാണോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ എങ്ങനെ പാടി, ഇഷ്ടായോ എന്നൊക്കെയല്ല നമ്മൾ വെറൈറ്റി പിടിച്ചു. ഓക്കെ എങ്ങനെ പാടിയെന്ന് തോന്നി, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. രഞ്ജിനി ചേച്ചി. ഹർഷിതയുടെ വോയിസ് ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഹസ്കി ടോൺസ് ഉള്ള, എന്നാ കുറച്ച് ഈ പറയുന്ന പോലെ നേസാലിറ്റിയും ഹസ്കിനെസ്സും എല്ലാം കറക്റ്റ് അളവിൽ തന്നിരിക്കുന്ന പോലത്തെ ഒരു പ്രത്യേക വോയിസ് അല്ലേ ചേച്ചി? അല്ലേ സർ? പിന്നെ അല്ലേ, ഞാനിവിടെ ഹർഷിത സ്പെഷ്യൽ ഇങ്ങനെ എഴുതി അല്ലേ? അത് ഈ ഒരു പാട്ടിന് മതിയാവോളം യോജിച്ചു എന്നുള്ളതാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അത് മതി എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞു സാധനങ്ങൾ അങ്ങനെ പറഞ്ഞങ്ങനെ വിടുമ്പോഴത്തേക്കുള്ള ഒരു സുഖം ഭയങ്കര രസമായിരുന്നു. ഏറ്റവും നല്ല ഐ റിയലി എൻജോയ്. ആ കൂടെ ഞാൻ ഇവിടെ ഒന്ന് 2 ലൈൻ ഇട്ട്, കനവിൽ കണ്ട കാര്യം, ആ മൈനറിലേക്ക് അത് വരുമ്പം ഉള്ള ഒരേ പ്രശ്നം കഴിഞ്ഞ ഏതോ ഒരു പാട്ടിന് വന്ന പോലെ തന്നെ. ആ കാറ്റേ വന്ന് ചൊല്ലുമോ കനവിൽ കണ്ട കാര്യം മാത്രം ഞാൻ എഴുതിയിട്ടില്ല. അതെങ്ങനെ പാടി ഹർഷിത? പാടി. കാറ്റേ വന്നു ചൊല്ലുമോ കനവിൽ കണ്ട കാര്യം. കുറച്ചും കൂടെ ഒരു അല്ല, അവിടെ കുഴപ്പം പറ്റിയത് കണ്ട കാര്യം. പെർഫെക്റ്റ് നോട്ട്. പക്ഷേ അവിടെ ഇപ്പൊ പാടിയതല്ല പാടിയേ. കൊഞ്ചുമാന്നാണ് പാടിയത്. അതന്നെയാ ഇപ്പൊ പാടിപ്പോ അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് ചൊല്ലുമോന്ന് തിരിച്ചു പാടിയത് ഇപ്പോ അല്ലേ? വെരി ഗുഡ്, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു പാട്ട്, അതെ, രാജ സാറിന്റെ ഒരു പാട്ട്, പൊന്മുടി പുഴയോരത്ത് ഗിരീഷ് സാറ്. ഇതിലൊരു പാട്ട് ഞാൻ ആദ്യമായിട്ട് രാജ സാറിന് പാടുന്ന ഈ പടത്തിന് വേണ്ടിയിട്ടാണ്. പൊന്മുടി പുഴയോരത്ത് എന്ന് പറഞ്ഞത് ദാസർ പാടി അമ്മ എന്ന വാക്ക് എന്ന് പറഞ്ഞതിന്റെ ഒരു ഫീമെയിൽ വേർഷൻ സോളോ ആയിട്ട് എനിക്ക് രാജ സാറിന് പാടാൻ കിട്ടിയ ഒരു പാട്ട്. അമ്മ എന്ന വാക്ക് കൊണ്ട് പൂജ ചെയ്തിടാം, അമ്മ എന്ന വീണ കൊണ്ടു പാട്ടുമീട്ടിടാം, നെഞ്ചിലെ പാലമൃതേകി വേനലിൽ തണലായി എന്റെ ജന്മം നിന്നു പൊള്ളും ഒരു യാത്രയിൽ അമ്മ എന്ന വാക്ക് കൊണ്ട് പൂജ ചെയ്തിടാം, അമ്മ എന്ന വീണ കൊണ്ടു പാട്ടുമീട്ടിടാം. അടിപൊളി രഞ്ജിനി, സൂപ്പർ. താങ്ക് യു. ഭയങ്കര അത് ആ കോമ്പോസിഷൻ സാറിന്റെ ഈ പറഞ്ഞ പോലെ ഇത് പാടാൻ വേണ്ടി ആ ചെന്നൈ പോയി സാറിനെ കണ്ട് കീർത്തനം പാടുമാ ഏറ്റവും പേടിച്ചിരുന്ന അതേ സാധനം ഞാൻ ഒരു 2 കുപ്പി വെള്ളമൊക്കെ ഇട്ടു. അവിടെ അഖിലാണ്ടേശ്വരി പാടി, ദ്വിജാവന്തിയിൽ പാടി, കണ്ണുറച്ച് പാടി. കണ്ണു തുറന്നപ്പോ സാറ് പറഞ്ഞു നല്ല കുരൽ എന്ന് പറഞ്ഞു. അങ്ങനെ പാടിയതാണ് ഈ ഒരു പാട്ട്. ദാറ്റ്സ് ദ വൺ മെമ്മറി ദാറ്റ് ഐ ചെറിഷ്. നാളെ എന്ത് സംഭവിച്ചാലും എനിക്ക് തോന്നുന്നു, എനിക്ക് അമ്നീഷ്യ വന്നാലും ചിലപ്പോൾ ഇത് ഞാൻ മറക്കും. അങ്ങനത്തെ ഒരു പാടമാണ്. അതാണ് പൊന്മുടി പുഴയോരത്ത്. ഐ ഹാവ് ടു താങ്ക് നൺ അതർ ദാൻ ഇതിന്റെ ഡയറക്ടർ ജോൺസൺ എസ്തപ്പാൻ സാറിനെയാണ് എനിക്ക് ഇതിന് നന്ദി പറയേണ്ടത്. കാരണം നമ്മളെപ്പോലെ ഒരാൾക്ക് ആ നേരത്ത് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് രാജ സാർ വരെ എത്താൻ പറ്റിയത്. താങ്ക് യു ജോൺസൺ, താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിനി ചേച്ചി. എനിക്ക് ഒരു ചെറിയ വാചകം പറഞ്ഞിട്ട് ഞാൻ നിർത്തും, അത്രേ ഉള്ളൂ. അതില് എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും എവിടെയാണ് ഹൃദയം ഉള്ളത്, ഹാർട്ട് ഉള്ളത്? ഇവിടെയല്ലേ? ഈ പാട്ട് പാടുമ്പോ അക്ഷതയ്ക്ക് അത് വായലുണ്ടോന്ന് തോന്നി. പറയുന്നതെല്ലാം ഹൃദയം കൊണ്ട് പറയാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരാനുള്ള സമയമൊന്നും എടുക്കുന്നില്ല. ആ സ്പോട്ടില് യു സാങ് ഇറ്റ് ഫ്രം ദ മൗത്ത് ആസ് ഇഫ് ഇറ്റ് ഈസ് ഫ്രം യുവർ ഹാർട്ട്. അതുകൊണ്ട് എനിക്ക് സംശയിച്ചിട്ട് ഇവിടെ ആയിരിക്കും, ചിലർക്ക് അങ്ങനെ വരാലോ. പിന്നെ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അത് നല്ല സുഖമായിട്ട് പാടി. ഈ പറഞ്ഞ കാറ്റേ വന്ന് അത് അവിടെ ഞങ്ങൾക്ക് ഇത് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ദാറ്റ് ആൾസോ യു കറക്റ്റഡ് ആൻഡ് യു സാങ്. ഇറ്റ്സ് വെരി നൈസ് തിങ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. പിന്നെ ചേച്ചി, സാറ് ഈ മായാമാളകുള്ള രാഗത്തില് സാറ് കമ്പോസ് ചെയ്തൊരു പാട്ട് ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ദാസേട്ടൻ വേറൊന്നുമില്ല, അത് അധികം ആരും കേൾക്കാത്ത പാട്ടാണ്. ഞാൻ എപ്പോഴും കേൾക്കാത്ത പാട്ടാണ് പാടും. കേട്ട പാട്ട് പാടി കഴിഞ്ഞാൽ പിടിക്കും എന്നെ. ഇയാൾ തെറ്റിപ്പാടി എന്ന് പറയും. ഇതാവുമ്പോ ധൈര്യമായിട്ട് പാടാം.
കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ, കൂരിരുളിൽ സ്വന്തം ശ്രുതി ചികയും കുയിലേ, നീ എന്തേ ഈണം മറന്നോ കുയിലേ, ഇനി നെഞ്ചിൻ താളം മറന്നോ കുയിലേ, കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ. ഈ പാട്ട് നമ്മളെല്ലാരും ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പാട്ട് എല്ലാരും സുന്ദര കില്ലാടി എന്ന് പറഞ്ഞ അതെ പാട്ട് അതെ എല്ലാരും കേട്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ ഈ പാട്ടൊക്കെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു. പടം റിലീസായതിനു ശേഷം അത് അത്ര ഫേവറേറ്റ് ആയില്ല, പക്ഷെ പിന്നീട് TV-യിൽ വന്നപ്പോൾ കുറേശ്ശെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കേട്ട പാട്ടാണ്. ഓക്കെ താങ്ക് യു സോ മച്ച് സർ. ബിന്നി ചേച്ചി മായാമാളവുള്ള രാഗത്തിന് ഇത്ര ബ്യൂട്ടി ഉണ്ടെന്ന് കാണിച്ചു തന്ന ഒരുപാട് അദ്ദേഹം ഈ രാഗത്തിൽ ചെയ്തിട്ടുണ്ട് പാട്ടുകൾ. അത് ഇളയരാജ സാറാണ്. ആ രാഗത്തോട് നമുക്ക് ഒരുപാട് ലവ് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കോമളത്വം. തീർച്ചയായിട്ടും സാറിന്റെ ഈ പാട്ടും കേട്ടു നോക്കൂ. അപ്പൊ ലൈറ്റ് മ്യൂസിക്കിലാണ് എനിക്ക് തോന്നുന്നത് മായാമാളവുള്ള രാഗം കൂടുതൽ ശോഭിക്കുന്നതെന്ന് തോന്നുന്നു. എന്തൊരു പാട്ടാ സാറ് ചെയ്തതും. അപ്പൊ നമുക്ക് ഒരുപാട് പാടുണ്ട്, നമുക്ക് അടുത്ത ഇവിടുത്തെ എപ്പിസോഡുകളിൽ പറയാം. മോള് പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർഷിത സ്പെഷ്യൽ, അർഷിതയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിരി കണ്ടാൽ, കാറ്റേ വന്നോ ചൊല്ലുമോ കനവിൽ എന്നുള്ളത് ആ എൻഡിങ് പനപുലിയുടെ ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് അവിടെ കൊടുക്കാമായിരുന്നു ഒരു ഭാവം എന്ന് തോന്നി. ബാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ചേച്ചി. അപ്പൊ നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം. മെന്റേഴ്സ് എത്ര മാർക്സ് ആണ് അർഷിതയ്ക്ക് നൽകുന്നതെന്ന് ജഡ്ജസിനെ അറിയിച്ചതിന് ശേഷം നമുക്ക് ജഡ്ജസിന്റെ ടോട്ടൽ മാർക്സ് അറിയാം. ഹർഷിത, ഇന്നത്തെ മാർക്ക് 96.5. ഹാപ്പി ആയോ? ഒത്തിരി ഹാപ്പി ആയി. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. കഴിഞ്ഞ ഘട്ടത്തിൽ ഡേഞ്ചർ സോണിൽ വന്നതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് മാറിയില്ലേ? മാറി. ഓക്കെ, എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാൻ നല്ല മാർക്സ് നേടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാർ, നമുക്ക് അടുത്ത ആള് വിളിക്കുന്നത് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റിയാലോ? വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഗോഡ് ബ്ലസ് യു. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ മ്യൂസിക്കൽ വൈഫിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. This is Fera Foods presents Regal Jewellers Musical Wife Special Partner Always Innerwear powered by Mighty Future.